ഇന്ധന ലഭ്യതക്കുറവും അതിൻ്റെ ഉയർന്ന വിലയും ഇന്ന് നാം നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. LPG സിലിണ്ടർ ലഭ്യമാകുന്നതിനുള്ള തടസ്സവും അതിൻ്റെ ദൗർലഭ്യതയും വിലക്കൂടുതലും ഭക്ഷണം പാകം ചെയ്യുന്ന വ്യവസായങ്ങളെയും കുടുംബങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന വിവരം നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഹോട്ടലുകളെക്കുറിച്ച് ആലോചിച്ചാൽ 500 പേർക്ക് ആഹാരം പാകം ചെയ്യുന്ന ഒരു ഹോട്ടലിൽ LPG മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 3000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഇന്ധനം പ്രതിദിനം ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 200% പാകം ചെയ്ത ആഹാരത്തിന്റെ വില കൂടിയിട്ടുണ്ടെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. വിറക് ഉപയോഗിച്ച് പാകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിറകിന്റെ ലഭ്യതക്കുറവ്, അത് സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള പ്രയാസം എന്നിവ പ്രധാന പ്രശ്നങ്ങളാകുന്നു. വിറക് ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുകയും കരിയും പൊടിയുമെല്ലാം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ. ഇന്ത്യയിൽ 12 ലക്ഷത്തോളം സ്കൂളുകളിൽ പഠിക്കുന്ന 10 കോടിയിൽ പരം കുട്ടികൾ മഹത്തായ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. കേരളത്തിൽ 10,000-ൽ പരം സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. അരി, ധാന്യങ്ങൾ എന്നിവ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ പാചക ചെലവ് സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. വർഷത്തിൽ ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഏകദേശം 200 കോടിയിൽ പരം രൂപ ചെലവാക്കി വരുന്നു. ഒരു കുട്ടിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഏകദേശം 2 രൂപ മുതൽ 3 രൂപ വരെ ഇങ്ങനെ ചെലവ് വരുന്നു. കൂടുതലും വിറകും ചില സ്ഥലങ്ങളിൽ LPGയുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പശ്ചിം ബയോസ്പേസ് എന്ന ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ, വിവിധ പരീക്ഷണങ്ങൾ നടത്തി പരിശോധിച്ചു വരികയായിരുന്നു. നമ്മൾ ധാരാളം പാരമ്പര്യേതര ഊർജ്ജ ലഭ്യതയുള്ള രാജ്യമാണ്. ഉദാഹരണത്തിന്, കൽപ്പവൃക്ഷമായ തെങ്ങിന്റെ 20% താഴെ മാത്രമേ നമ്മൾ വ്യാവസായികമായി ഉപയോഗിക്കുന്നുള്ളൂ. 30 പൈസയ്ക്കോ അതിൽ കുറഞ്ഞ നിരക്കിലോ ആളൊന്നിന് പാചകം ചെയ്യുക എന്ന അത്ഭുതകരവും അവിശ്വസനീയവുമായ നേട്ടമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ചിരട്ടയോ തൊണ്ടോ വിറകോ ഖരമാലിന്യത്തിൽ നിന്നുണ്ടാക്കുന്ന ബ്രിക്കറ്റ്സോ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്യാൻ റാപ്പിഡ് സ്റ്റീമിന് കഴിയുന്നു. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്കൂളുകൾക്കും 10 കോടിയിൽ പരം വരുന്ന വിദ്യാർത്ഥികൾക്കും 10,000-കണക്കിനുള്ള ഹോട്ടലുകൾക്കും ഈ സംവിധാനം ഭാവിയിൽ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞ പാചകത്തിന് സഹായകരമാവുന്നതുമായ ഒരു സംവിധാനമായി മാറും എന്നത് തീർച്ചയാണ്. ഈ ഉപകരണത്തിന് ഭാരത സർക്കാരിൽ നിന്ന് പേറ്റന്റ് ലഭ്യമായിട്ടുള്ളതും ഇതിന്റെ സാങ്കേതിക സംവിധാനവും മേന്മയും മുംബൈ IIT അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഈ ഉപകരണത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. 110 ലിറ്റർ സ്റ്റീം ബോയിലറാണ് ഇതിന്റെ അടിസ്ഥാന ഉപകരണം. താഴെ ചതുരാകൃതിയിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ ചൂടിനെ കൂടുതൽ നേരം പിടിച്ചു നിർത്തുന്നതിനും വളരെ കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള സാങ്കേതിക സംവിധാനം പ്രവർത്തിക്കുന്നു. ഈ സംവിധാനമാണ് മറ്റ് സാധാരണ സ്റ്റീമറുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഏകദേശം 200 ചിരട്ട, അതായത് 15 കിലോ ചിരട്ടയിൽ വെള്ളം ചൂടായി സ്റ്റീം രൂപപ്പെടുന്നു. ലഭ്യമാകുന്ന സ്റ്റീമിനെ കുഴലുകൾ വഴി കടത്തിവിട്ട് വിവിധ കുക്കറുകളിൽ എത്തിക്കുന്നു. ഒരേ സമയം ചോറ് വേവിക്കുന്നതിനും സാമ്പാർ, തോരൻ, അവിയൽ, രസം, മറ്റ് കറികൾ എന്നിവയ്ക്കും വെള്ളം ചൂടാക്കുന്നതിനും പച്ചക്കറികൾ പുഴുങ്ങുന്നതിനുമൊക്കെ ഈ ഉപകരണം ഉപയോഗിക്കാം. ആഹാരം പാചകം ചെയ്യുമ്പോൾ പുകയോ കരിയോ പൊടിയോ ഒന്നും തന്നെ പാചകം ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവുകയില്ല. പുകയെ ഒരു പുകക്കുഴൽ വഴി പുറത്തേക്ക് തള്ളുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ ജോലി വളരെ എളുപ്പമാണ് എന്നതാണ്. സാധാരണ അരി വാർക്കുക, വേവ് നോക്കുക എന്നതൊക്കെ വളരെ പ്രയാസമുള്ളതും ശ്രദ്ധ വേണ്ടുന്നതുമായ ജോലികളാണ്. എന്നാൽ റാപ്പിഡ് സ്റ്റീമിൽ വേവ് നോക്കാതെ തന്നെ അരി നന്നായി പാകമാകുന്നു. ഈ സംവിധാനം നിലവിൽ വരികയാണെങ്കിൽ എല്ലാ കഫേ, കുടുംബശ്രീ ഹോട്ടലുകളും വളരെ പെട്ടെന്ന് ലാഭത്തിലാകും. ഇപ്പോൾ ഈ ഉപകരണം തൃശൂർ മെന്റൽ ഹോസ്പിറ്റലിലെ കുടുംബശ്രീ ഹോട്ടലിൽ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു. നേരത്തെ ദിവസവും 2000 രൂപയുടെ LPG വേണ്ടിയിരുന്ന ഹോട്ടലിൽ ഇപ്പോൾ 4 ദിവസങ്ങളിൽ 1 സിലിണ്ടർ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ.
കൂടാതെ ഇവർ ദിനംപ്രതി 400 രൂപയുടെ വിറകും ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ LPGയും റാപ്പിഡ് സ്റ്റീമിന്റെ ചിരട്ടയും കൂടി കണക്കാക്കിയാലും ആകെ 750 രൂപയുടെ ഇന്ധനമേ ആവശ്യമായി വരുന്നുള്ളൂ. അതായത് 2500-ൽ പരം രൂപ ഓരോ ദിവസവും കുറച്ചാണ് ഇപ്പോൾ ചെലവാകുന്നത്. ഒരു മാസത്തെ ചെലവിന്റെ കാര്യം നോക്കിയാൽ ഈ ഹോട്ടലിൽ 50,000-ൽ പരം രൂപയുടെ ലാഭമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഈ ഉപകരണം എല്ലാ സ്കൂളുകളിലും സ്ഥാപിച്ചാൽ അവിടെയൊക്കെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് പ്രവർത്തിക്കാവുന്ന സംവിധാനവും നിലവിൽ വരുത്താൻ സാധിക്കും. സർക്കാർ ഇപ്പോൾ ചെലവാക്കുന്ന 2.5 മുതൽ 3.5 രൂപയ്ക്കു പകരം 2 രൂപ SHGക്ക് നൽകിയാൽ പോലും 1000 കുട്ടികളുള്ള ഒരു സ്കൂളിൽ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുകയും ഉച്ചഭക്ഷണ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ താൽക്കാലിക ജോലിക്കാരെയും ഗ്രൂപ്പുകളാക്കി മാറ്റി ഈ സംവിധാനം സോഫ്റ്റ് ലോൺ, സബ്സിഡി തുടങ്ങിയവയുടെ സഹായത്തോടെ നടപ്പിലാക്കിയാൽ എല്ലാ സ്കൂളുകളിലും ആധുനിക പാചക സംവിധാനം നിലവിൽ വരും. അതിലൂടെ 10,000-ൽ പരം ഗ്രൂപ്പുകൾക്ക് പ്രവർത്തിക്കാനും കഴിയും. ഏകദേശം 20,000-ൽ പരം ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ സ്ഥിരം ജോലിയും വരുമാനവും ഉറപ്പാക്കാനും സാധിക്കും. SJSRY പോലെയുള്ള പദ്ധതികൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. കഫേ, കുടുംബശ്രീ ഹോട്ടലുകളിലും ഈ സംവിധാനം സോഫ്റ്റ് ലോണിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഹോട്ടലുകളും ലാഭത്തിലാകും. നമ്മുടെ രാജ്യത്ത് വളരെ ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പദ്ധതിയാണിത്. ചെലവ് കുറഞ്ഞ, പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത, LPGയെ മാത്രം ആശ്രയിക്കേണ്ടാത്ത ഈ പുതിയ ഉപകരണം പ്രദാനം ചെയ്യുന്ന നൂതന ലോകം എന്ന ആശയം തന്നെ നമുക്ക് പുത്തനുണർവും പ്രവർത്തിക്കാനുള്ള ഊർജവും പകരുന്നു.